നിരോധനാജ്ഞയും സ്റ്റോപ്പ് മെമ്മോയും നിലനിൽക്കെ ഇടുക്കി പരുന്തുംപാറയിൽ അനധികൃതമായി കുരിശ് നിർമ്മിച്ച് തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയിലും മൗനസമ്മതത്തോടെയുമാണ് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഈ കുരിശു പണിതത് ഒരു സ്വകാര്യ വ്യക്തിയാണ്, അതും കയ്യേറ്റ ഭൂമിയിലാണ് എന്നുള്ളത് ഒരുപക്ഷെ ഇത് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ആയിരിക്കാം എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത് മൂന്നാറിനെ അപേക്ഷിച്ച് മൂന്നാറിനേക്കാൾ വലിയ കയ്യേറ്റമാണ് ഈ പരുന്തുംപാറയിൽ നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട്, ഹൈക്കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം 2-ാം തീയതി പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ ജില്ലാ കളക്ടർ പീരുമേട് എൽ.ആർ. തഹസിൽദാരെ ചുമതലപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ എൽ.ആർ. തഹസിൽദാരോടും അതുപോലെ തന്നെ ജില്ലാ ജിയോളജിസ്റ്റ് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് പ്രത്യേക നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് നിലവിലിപ്പോൾ തൃക്കൊടിത്താനം സ്വദേശിയായിട്ടുള്ള കൊട്ടാരത്തിൽ സജിത് ജോസഫ് ഈ സ്റ്റോപ്പ് മെമ്മോയും അതുപോലെ തന്നെ നിരോധന ഉത്തരവും എല്ലാം മറികടന്നുകൊണ്ട് ഇവിടെ ഈ കുരിശ് സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കുരിശിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഉദ്യോഗസ്ഥ ഒത്താശയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ജില്ലാ കളക്ടർ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ ദിവസവും ഈ സ്ഥലങ്ങളിൽ കയ്യേറ്റ ഭൂമികളിൽ എത്തി പരിശോധന നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം നൽകിയതിനു ശേഷമാണ് ഈ കുരിശ് നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം മറ്റെവിടെയോ നിർമ്മിച്ച കുരിശ് ഇവിടെ കൊണ്ട് സ്ഥാപിക്കുകയായിരുന്നു, തങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഈ ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ നിരോധനങ്ങളെല്ലാം തന്നെ ലംഘിച്ച് ഈ സജിത്തിനെതിരെ കേസെടുക്കാൻ പീരുമേട് പോലീസും തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ സജിത്ത് റവന്യൂ ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഈ കുരിശിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ചത്. ഈ പരുന്തുംപാറയെ സംബന്ധിച്ച് പരുന്തുംപാറയിൽ ഏകദേശം 5 ഏക്കറോളം സ്ഥലമാണ് ഈ സജിത്ത് കയ്യേറിയിട്ടുള്ളത്. ഈ കയ്യേറിയ സ്ഥലത്ത് 5ഓളം കെട്ടിടങ്ങൾ അദ്ദേഹം കെട്ടിപ്പൊക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കയ്യേറ്റ ഭൂമിയിൽ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങൾ അതൊരു ധ്യാന കേന്ദ്രത്തിന് വേണ്ടി കെട്ടിപ്പൊക്കിയത് എന്നുള്ളതാണ് ഇയാൾ നാട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നാട്ടുകാരത് വിശ്വസിച്ചിരിക്കുകയുമാണ്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ധ്യാനങ്ങൾ അവിടെ നടന്നു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളുമുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു കുരിശ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2017 സമാനമായ സൂര്യനെല്ലിയിൽ ഇതുപോലെ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചിരുന്നു. അന്ന് ജില്ലാ ഭരണകൂടം വളരെ നാളത്തെ ഒരു ശ്രമഫലമായാണ് ഈ കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കുകയും ഈ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് പൊളിച്ചു മാറ്റുകയും ചെയ്തത്. ഇനിയിപ്പോൾ സമാനമായ ഒരു സാഹചര്യമാണോ ഈ പരുന്തുംപാറയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ഏതായാലും നോക്കി കാണേണ്ടതായുണ്ട്. ഈ നിർമ്മാണ നിരോധനം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു നിരോധനാജ്ഞ പുറപ്പെടുവിച്ചതിന് ശേഷവും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനു ശേഷവും ഈ പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമികളിൽ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഏകദേശം 5ഓളം കേസുകൾ ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ സജിത്തിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതും സ്ഥിരീകരിക്കുന്ന ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ സജിത്തിന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു സഹായം ലഭിക്കുന്നുണ്ട്. ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇനി കുരിശുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ഈ കുരിശ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഈ ഒരു 5 കെട്ടിടങ്ങൾ നിർമ്മിച്ചതിനോട് ചേർന്ന് തന്നെയാണ് ഈ കുരിശ് നിർമ്മിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വളരെ അപകടമായ രീതിയിൽ ഈ ഒരു മലമുകളിൽ വലിയൊരു പടുതാക്കുളവും നിർമ്മിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നിലവിൽ വെള്ളം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിയ രീതിയിലുള്ള പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് സംബന്ധിച്ച് റിപ്പോർട്ടും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ത്വരിതഗതിയിൽ അല്ലെങ്കിൽ തകൃതിയായി നടക്കുന്നു. ജില്ലാ ഭരണകൂടം നിർദ്ദേശങ്ങൾ നൽകുന്നതല്ലാതെ ഒരു കൃത്യമായ ഒരു നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടത്തിന് ഇതുവരെ കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊരു വിശദീകരണം മാത്രമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. പക്ഷേ ഈ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനോ ഈ കയ്യേറ്റങ്ങൾക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാനോ ജില്ലാ ഭരണകൂടത്തിനും കൃത്യമായി കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിനെ അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പറഞ്ഞതുപോലെ തന്നെയാണ് ചില പ്രത്യേക കേസുകളിൽ മാത്രമേ ഇത്തരത്തിൽ ജില്ലാ ഭരണകൂടം മുൻകൈ എടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ നടപടി എടുക്കുന്നുള്ളൂ എന്നുള്ള ഒരു വ്യാപക ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? കാരണം ഈ കയ്യേറ്റ ഭൂമിയിൽ ഇപ്പോൾ കുരിശ് നിർമ്മാണം നടക്കുന്നത് തന്നെ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ വ്യാപകമായ കയ്യേറ്റം പരുന്തുംപാറയിൽ അടക്കം കണ്ടെത്തിയതാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു 15-അംഗ സംഘത്തെ തന്നെ ജില്ലാ ഭരണകൂടം നിയോഗിച്ചതാണ്. പക്ഷേ ഇതൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോഴും ഇതെങ്ങനെ നിർബാധം നടക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം.
തീർച്ചയായും പറയും. ഉദ്യോഗസ്ഥരുടെ ഒത്താശ, അതായത് ഈ പീരുമേട് എല്ലാ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഒത്താശയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കാൻ കാരണമെന്നുള്ളതാണ്. അതായത് കൃത്യമായി പരിശോധന വേണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിക്കുന്നു. എല്ലാ ദിവസവും ഈ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി ഉദ്യോഗസ്ഥർ അടങ്ങുന്ന വാഹനം എല്ലാ ദിവസവും ഈ പരുന്തുംപാറ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. അവർ അവിടെ പരുന്തുംപാറയിൽ വന്ന് ഏകദേശം കുറച്ച് സമയം നിന്നതിന് ശേഷം തിരികെ മടങ്ങുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ആണ്, അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥർ എത്തുമ്പോൾ പോലും ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ തകൃതിയായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു വശത്ത് ഒരു മൊട്ടക്കുന്നിൽ ഒരു കെട്ടിടം കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഇതും കയ്യേറ്റ ഭൂമിയാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷെ അവിടെയും സമാനമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്നലെ ചെന്നപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിലൊന്നും തന്നെ കൃത്യമായ ഒരു ഇടപെടൽ നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഈ റവന്യൂ ഭൂമിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വിവിധ ടൂറിസം ആക്ടിവിറ്റികളും ഇതോടൊപ്പം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഇതിലൊന്നും തന്നെ ഇത് ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റ ഭൂമിയാണോ അല്ലെങ്കിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടോ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ പോലും ഈ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ 2-ാം തീയതി ഈ നിരോധനം അല്ലെങ്കിൽ സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവ് നൽകുന്നു. ഈ എല്ലാ തഹസിൽദാരോടും നിർദ്ദേശിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ സജിത്ത് എത്തി ചില റവന്യൂ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കുന്ന വിവരം. അതായത് അവിടെ എത്തിയ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരമുണ്ട്. അതിനുശേഷമാണ് ഈ കുരിശ് നിർമ്മാണം ത്വരിതഗതിയിൽ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ അത് പൂർത്തിയാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ കുരിശ് ഒരു സ്ഥലത്ത് കുരിശ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസ സമൂഹത്തിന്റെ പ്രതീകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് കൈവെക്കാൻ ആരാണെങ്കിലും ഒന്ന് ഭയക്കും. അതുകൊണ്ട് തന്നെ അതൊരു വിശ്വാസ സമൂഹത്തെ ഒന്നാകെ ഗണിക്കുന്ന ഒന്നായതുകൊണ്ട് തന്നെ അതിൽ കൈവെക്കാൻ ആരും ഭയക്കും. ആ ഒരു സാഹചര്യത്തിലാണ് വളരെ വേഗത്തിൽ അവിടെ ഒരു കുരിശ് കെട്ടിപ്പൊക്കിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം അടിയന്തരമായ ഇടപെടൽ നടത്തേണ്ടതായുണ്ട്. അതിൽ ഏതു തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ ഈ നിരോധനങ്ങളെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഇത് നടത്തിയത്, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നുള്ളത് വ്യക്തമാണ്. അതിൽ ഏതു തരത്തിലുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടം നടത്തുമെന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. സുബിൻ, അതുമാത്രമല്ല, നമുക്കറിയാം ഈ അനധികൃത കയ്യേറ്റം എന്ന് പറയുമ്പോൾ അത് ചില മതപരമായ ആചാരങ്ങളുടെ മറവിൽ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെയുള്ള പ്രദേശവാസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുരിശ് നിർമ്മാണം എന്ന് പറഞ്ഞത് ആദ്യം പറയുന്നത് ധ്യാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പ്രദേശവാസികളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് നടത്തിയ ഒരു നിർമ്മാണ പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വളരെ വേഗം അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണ് ഈ കയ്യേറ്റ ഭൂമി ഇപ്പോൾ നിലവിലുള്ളത്. അവരുടെ കൂടി നിരീക്ഷണ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അടിസ്ഥാനത്തിലുള്ള പ്രദേശം കൂടിയാണ്. എന്നിട്ടും ഇതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അങ്ങനെയാണ്. ഇന്നലെ നമ്മൾ അവിടുത്തെ സാധാരണക്കാരായ ആളുകളുമായി സംസാരിച്ചിരുന്നു. ആ സമയത്ത് അവർ പറഞ്ഞത് അത് ഒരു ധ്യാനകേന്ദ്രമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സജിത്ത് അവിടെ എത്തുമ്പോഴെല്ലാം അതൊരു ധ്യാനകേന്ദ്രമാണ് എന്നുള്ളതാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. അതിനുശേഷം അദ്ദേഹം ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇച്ചിരി മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുമുണ്ട്. അതിന്റെ മറവിലാണ് ഇത്തരത്തിൽ ഈ ഒരു കയ്യേറ്റ ഭൂമി, അതായത് പീരുമേട് വില്ലേജിൽ പെടുന്ന ഒരു പട്ടയമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് മഞ്ചുമല വില്ലേജിലാണ്. ആ സ്ഥലം മുമ്പേ തന്നെ പട്ടയം ഉണ്ടായിരുന്ന സ്ഥലമാണ്, മറ്റു പട്ടയങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ നിലവിലൊരു ധ്യാന കേന്ദ്രം ഉയർത്തുന്നു. അവിടെ മറ്റ് ധ്യാനവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് നടത്തുന്നത് എന്നുള്ളൊരു ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലാണ് അവിടുത്തെ ആളുകളെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത്. നമ്മൾ ഇന്നലെ എത്തിയപ്പോഴും ഈ ആളുകളുമായി സംസാരിക്കുമ്പോൾ അത് ധ്യാന കേന്ദ്രമാണ് എന്നുള്ളൊരു രീതിയിലുള്ള ഒരു മറുപടിയാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. ഈ ഇതുമായി ബന്ധപ്പെട്ട് ചില ധ്യാനങ്ങൾ അല്ലെങ്കിൽ ചില ആളുകളെ വിളിച്ചു വരുത്തി ചില ധ്യാനങ്ങൾ അവിടെ നടന്നുവെന്നും ആളുകൾ പറയുന്നുണ്ട്. ഏകദേശം 3ഓളം ധ്യാനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ ഒരു ആളുകൾ നൽകുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. ആളുകൾ നമ്മളോട് പറഞ്ഞതാണ് ഇത്തരത്തിൽ ധ്യാന കേന്ദ്രമാണ്, അവിടെ മൂന്ന് ഘട്ടമായി ധ്യാനം നടന്നിട്ടുണ്ട് എന്നത് നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് പിന്നാലെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. അതുവരെ അവിടെ ഇല്ലായിരുന്ന ഒരു കുരിശാണ് വളരെ വേഗത്തിൽ ആ ഒരു കയ്യേറ്റ ഭൂമിയിൽ ഈ കെട്ടിടങ്ങളോട് ചേർന്ന് തന്നെ ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കയ്യേറ്റം മറയ്ക്കാനുള്ള അല്ലെങ്കിൽ വളരെ വേഗത്തിൽ ഈ കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ഒരു സജിത്ത് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതൊരു വിശ്വാസത്തിന്റെ മറ പിടിച്ചുകൊണ്ട് തന്റെ കയ്യേറ്റ ഭൂമി സംരക്ഷിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതായുണ്ട്. 2017 നമുക്കൊരു ഉദാഹരണമായുണ്ട്. അവിടെ ആ സമയത്ത് ജില്ലാ ഭരണകൂടം ഏത് തരത്തിലാണ് നിലപാടെടുത്തത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. സമാനമായ ഒരു ഇടപെടൽ അത് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഈ നിലവിൽ ഉയരുന്ന ആവശ്യം. സുബിൻ, അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പരുന്തുംപാറയിൽ വ്യാപക കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ജില്ലാ ഭരണകൂടം ജാഗ്രത നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ 15 അംഗ സംഘത്തെയും നിയോഗിച്ചു.
പക്ഷേ ഈ റിപ്പോർട്ട്, സംഘത്തിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. കാരണം ഏറ്റവും വലിയ തോതിലുള്ള കയ്യേറ്റമാണ് ഇടുക്കി ജില്ലയിൽ നടന്നത് എന്നാണ് സംഘം റിപ്പോർട്ടിൽ പറയുന്നത്. ഏകദേശം 3 ഏക്കർ 31 സെന്റ് സ്ഥലത്തോളം വലിയ രീതിയിലുള്ള കയ്യേറ്റം നടന്നു. അതിൽ റിസോർട്ട് മാഫിയ ഉൾപ്പെടുന്നുണ്ട്, സ്വകാര്യ വ്യക്തികൾ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ധ്യാന കേന്ദ്രത്തിന്റെ മറവിലുള്ള കയ്യേറ്റങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ വളരെ വ്യാപകമായ കയ്യേറ്റം തന്നെയാണ് പരുന്തുംപാറ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും ആണ് ഈ കയ്യേറ്റങ്ങൾ നടന്നത് അല്ലെങ്കിൽ നിർമ്മാണ പ്രവൃത്തികൾ നടന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയുള്ള കുരിശ് നിർമ്മാണം ഈ റിപ്പോർട്ടിൻ്റെയൊക്കെ ശേഷം, അതായത് ഈ അടുത്ത കാലത്തായി തന്നെയല്ലേ നിർമ്മാണ പ്രവർത്തനം നടത്തിയതും പൂർത്തീകരിച്ചതുമൊക്കെ സുബിൻ? കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതായത് പരുന്തുംപാറയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. എല്ലാം പുതിയ കെട്ടിടങ്ങളാണ്. അതായത് ഈ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നു, ഈ പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രധാനമായും ഈ പരുന്തുംപാറയിലെ ഈ ഒരു പരിസ്ഥിതി ഒന്നാകെ കീറി മുറിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ മറ്റ് ഖനന പ്രവർത്തനങ്ങളുമാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും മൊട്ടക്കുന്നുകൾ ഇടിച്ചു നിരത്തി അല്ലെങ്കിൽ മൊട്ടക്കുന്നുകൾ നിരപ്പാക്കിയ ശേഷം ഈ ഒരു കെട്ടിടങ്ങൾ പണിയുന്നു. വലിയ രീതിയിൽ ഈ കുന്നിൻ ചെരുവുകളിൽ നിന്ന് മണ്ണ് ഖനനം ചെയ്യുന്നു, പാറ ഖനനം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഖനന പ്രവർത്തനങ്ങൾ അതീവ പരിസ്ഥിതി ലോല മേഖലയിൽ നടത്തുന്നു എന്നുള്ളതാണ്. ഈ പരുന്തുംപാറ എന്നുള്ളത് ഈ പെരിയാർ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് അല്ലെങ്കിൽ ആ പെരിയാർ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് ഉയരമുള്ള ഒരു മലമുകളാണ്. ഈ മലമുകളിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ളത്. അത് പരിസ്ഥിതിക്ക് വളരെ വലിയ രീതിയിലുള്ള കോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തൽ ഈ ഒരു അന്വേഷണ സംഘം നടത്തിയിരുന്നു. അവിടെ പരിശോധനയ്ക്ക് എത്തുന്ന ആർക്കും അല്ലെങ്കിൽ അവിടെ സന്ദർശകരായി എത്തുന്ന ആളുകൾക്ക് പോലും അത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഈ കാട്ടുകല്ലുകൾ പെറുക്കി ഈ ഒരു സ്ഥലം കെട്ടിത്തിരിച്ച ശേഷമാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഖനനം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യം എന്നുള്ളത്, അവിടെ നടന്നിട്ടുള്ളതിൽ ഈ സജിത്ത് മാത്രം കയ്യേറിയതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു 3 ഏക്കർ എന്ന് പറയുന്ന ഒരു പ്രദേശം അല്ലെങ്കിൽ 3 ഏക്കർ സ്ഥലം. ഈ നിലവിൽ ഈ 3 ഏക്കർ ഇത്രത്തോളം സ്ഥലങ്ങൾ വെച്ച് നിരവധി ആളുകൾ, ഏകദേശം 20-ലധികം ആളുകൾ സമാനമായി ഈ പരുന്തുംപാറയുടെ ഏറ്റവും ടോപ്പ് മേഖലയിൽ മാത്രം ഇത്തരത്തിൽ കയ്യേറ്റം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഏക്കർ കണക്കിന്, ഹെക്ടർ കണക്കിന് സ്ഥലം ഇത്തരത്തിൽ കയ്യേറ്റം, സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അവർക്കെതിരെ എല്ലാം തന്നെ കൃത്യമായ ഒരു വിവരശേഖരണം റവന്യൂ വകുപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സർവേ നമ്പറുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങളാണ് ഈ നടപടിയെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പീരുമേട് വില്ലേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തുള്ള പീരുമേട് വില്ലേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സർവേ നമ്പറുകൾ, അത് ആ സർവേ നമ്പറുകളുടെ മറവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ സ്ഥലങ്ങൾ എൻക്രോച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് മഞ്ചുമല വില്ലേജിലാണ്. അത്തരത്തിൽ ഒരു കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് തന്നെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് ഇതിലൊരു നടപടി എടുക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതിൽ കൃത്യമായ ഒരു വിവരശേഖരണം നടത്തി അല്ലെങ്കിൽ കൃത്യമായ ഒരു ക്രോഡീകരണം നടത്തിയ ശേഷം ഈ ഒരു നടപടി എടുക്കുക എന്നുള്ളതിലേക്കാണ് കടക്കുന്നത്. എന്തായാലും ഈ അടുത്ത മാസം 2-ാം തീയതി വരെ നിലവിൽ ഇപ്പോൾ നിരോധനാജ്ഞ ഈ മേഖലയിൽ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉൾപ്പെടെയാണ് ഈ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ നിരോധനങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതേസമയം ഈ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള അതിന്റെ ശ്രമത്തിന്റെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നീക്കത്തിന്റെ ആദ്യഘട്ടമായി എന്ന് തന്നെ വിലയിരുത്താം. ഇത്തരത്തിൽ ഈ ഒരു സാവകാശം എടുത്തുകൊണ്ട് ഇതിലൊരു കൃത്യമായ ഒരു വിവരം ശേഖരിച്ച് ഈ കയ്യേറ്റക്കാരെ കൃത്യമായി കണ്ടെത്തി ഒരു ഒഴിപ്പിക്കാനുള്ള സാവകാശമാകാം ഈ 2-ാം തീയതി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിലൂടെ ജില്ലാ ഭരണകൂടം ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക. ഇതിനിടയിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കയ്യേറ്റങ്ങൾ അടിയന്തരമായി ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അതിലേക്ക് ഇനി ജില്ലാ ഭരണകൂടം കൃത്യമായി അല്ലെങ്കിൽ അടിയന്തരമായി കടക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഈ കുരിശ് നിർമ്മിച്ച് അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഈ ഒരു കയ്യേറ്റ ഭൂമിയെ അല്ലെങ്കിൽ കയ്യേറ്റ ഭൂമി തങ്ങളിൽ നിന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ കയ്യേറ്റം ഒഴിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അത് കൃത്യമായി ഇടപെടൽ നടത്തേണ്ടത് ജില്ലാ ഭരണകൂടമാണ്. ശരി സുബിൻ, നിരോധനാജ്ഞയും സ്റ്റോപ്പ് മെമ്മോയും നിലനിൽക്കെ ഇടുക്കി പരുന്തുംപാറയിൽ വ്യാപക കയ്യേറ്റമാണ് നടക്കുന്നത്. കുരിശ് നിർമ്മാണത്തിന്റെ മറവിലാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. അനധികൃതമായി തന്നെ ഇത്തരം കുരിശ് നിർമ്മാണം നടത്തിയിരിക്കുകയാണ് തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫ്. എന്തായാലും ഇതിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ട് എന്നാണ് ഉയരുന്ന ആരോപണം.